ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും കാറിൻ്റെ അകത്താണ് ഇന്നത്തെ ഇൻട്രോ എന്ന കാറിൻ്റെ അകത്താണ് ഗൈസ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഒരു കുഞ്ഞൊരു ഒരു സ്പെഷ്യൽ നോർമലി ഞാൻ പറയുമ്പോൾ കണക്ക് തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് ഇന്നും. പക്ഷേ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാവയെ ആക്ച്വലി നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തുന്നൊരു വാവയ്ക്ക് ആക്ച്വലി ഒരു ഫോട്ടോ നടത്തുന്നൊരു സംഭവം ഇപ്പോൾ കോമൺ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ആണ്, ഒരുപാട് ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ സെലിബ്രിറ്റീസ് എല്ലാവരും നടത്താറുണ്ട്. ഇത് പറ്റുന്ന എല്ലാവരും പാവ കുഞ്ഞുടെ സമയത്ത് ഫോട്ടോഷൂട്ട്സ് നടത്താറുണ്ട്. സോ അങ്ങനത്തെ ഒരു ഫോട്ടോഷൂട്ട് ഡേ ആണ് ഇന്നെന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഫോട്ടോഷൂട്ട് ഡേക്കായിട്ട് നമ്മുടെ രാമനും സുബ്രും ആക്ച്വലി അവരുടെ ടീം എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ സുബ്രു ആക്ച്വലി ഒരു കോട്ടയത്ത് ഒരു സ്റ്റുഡിയോ തുടങ്ങി, നമുക്ക് ഒരു ദിവസം സ്റ്റുഡിയോ വിസിറ്റ് ചെയ്യാം. ബട്ട് ഇന്ന് ആക്ച്വലി ഞാൻ പറഞ്ഞപ്പോൾ അവർ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലും ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഫോട്ടോസ് കണ്ട് ഇഷ്ടപ്പെട്ടെന്നെ ഡു ചെക്ക് ദം ഔട്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവരെല്ലാവരും വരും. നമ്മുടെ വാവയുടെ ഫസ്റ്റ് എവർ ഫോട്ടോ ഷൂട്ടാണ്. ഞാൻ കുഞ്ഞിലെ മുതൽ ഇത്രയും വലുതാവുന്നതിനിടയ്ക്ക് എൻ്റെ അത്ര അധികം നല്ല ഫോട്ടോസ് ഒന്നും എൻ്റെ ഫാമിലിക്ക് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അച്ഛനും അന്നത്തെ കാലഘട്ടത്തിൽ സൂക്ഷിച്ച് വയ്ക്കാനോ അല്ലെങ്കിൽ എടുത്തു വയ്ക്കാനോ പറ്റിയിട്ടില്ലായിരുന്നു. സോ ഞാൻ കുഞ്ഞാവുമ്പോൾ മുമ്പ് തന്നെ വിചാരിച്ച കാര്യമുണ്ട്, എൻ്റെ കുഞ്ഞ് വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ എല്ലാ മെമ്മറീസും കാണാൻ പറ്റണം, ആ രീതിയിലേക്ക് മാറ്റണമെന്ന് ആഗ്രഹമുള്ളതാണ്. ഞാൻ മാക്സിമം എല്ലാ വീഡിയോസ് ഇപ്പോൾ എടുക്കുന്നതും ആൻഡ് ഫോട്ടോ സെഷൻസ് ഷൂട്ടേഴ്സാണ് ഫോട്ടോ സെഷൻസ് ആണെങ്കിലും ഷൂട്ട്സ് ആണെങ്കിലും എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ഫോട്ടോ സെഷൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ബാവയുടെ ബേബി ഫോട്ടോ ഷൂട്ട് ആരാണ് വന്നിരിക്കുന്നതെന്ന് നോക്കൂ ഗൈസ്. രാമൻ എത്തി, ഇനി ഒന്നും പേടിക്കല്ല. സുബ്രോടാ സുബ്രു ഉണ്ട്, രാമൻ എത്തി, ഇനി ഒന്നും പേടിക്കല്ല. ഓൾ സെറ്റ്. ഇനി വരും, നമുക്ക് ഇഷ്ടംപോലെ പണിയുണ്ട്. വരും. എൻ്റെ അമ്മ ഒരു ലോഡ് സാധനം ഉണ്ടല്ലോ. ഇത് ഡിക്കാത്തോണ്ടാ? ഓ, ഇത് മൊത്തം ഇതിനകത്തോളം സബ് വഴി മാറ്റി വെച്ച്. അപ്പൊ പിന്നെ ഇന്ന് കുറെ പണിയുണ്ട്. കോട്ടയത്ത് നിന്ന് രാവിലെ ഒറ്റ സ്ട്രെച്ചിന്, അതും ഫുഡ് പോയ്സൺ ആയിട്ട് വയറിളൊക്കെ ആയിട്ട് ഇരുത്താൻ നമ്മുടെ എല്ലാ ഷൂട്ട്സും സെറ്റ് ചെയ്യണത് രാമനും. നിങ്ങൾ കണ്ട ഫുട്ബോളിലെ വീഡിയോ എല്ലാം ചെയ്തത് രാമനാണ്. രാമനും പിന്നെ ഇതായിരിക്കുന്നുണ്ട്. ഇവനാണ് ആക്ച്വലി ഇവന് പക്ഷേ ഒരു ബേബി ഷൂട്ടിനൊരു ഫ്ലോർ ഉണ്ട് ഗൈസ്, ഞാനത് ലിങ്കൊക്കെ ഇട്ടേക്കാം. അത് നിങ്ങൾ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഡു കോണ്ടാക്ട് ഹിം. പിന്നെ കല്യാണം വർക്ക് ബാക്കി എന്തായാലും നമ്മുടെ രാമൻ ചേർന്ന് പറയും. രാമന് വർക്ക് കൊടുത്തിട്ട് വേണ്ടെന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം നീ പറഞ്ഞാ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചെറിയ വർക്കുണ്ട് പറഞ്ഞാൽ ചെറിയ സമയമില്ലെന്ന്. ഫുള്ള് ബിസി രാമൻ, ഫുള്ള് ബിസിയായി. നല്ല കാര്യം. എന്താടാ അവിടെ, എന്താടത്? നീ ഫോട്ടോഷൂട്ട് ഇത് ഇവ ചൂണ്ടിടാൻ വന്നേണെന്ന് തോന്നുന്നു. ഫുള്ള് ചൂണ്ടക്കോല കേട്ടെന്ന് ഇവിടെ. ഇവൻ കുളത്തിൽ മീൻ പിടിക്കാൻ വന്നല്ലേ? ഒരു ലോഡ് ഐറ്റമായിട്ടാണ് സുബ്രു ഫുൾ സ്റ്റുഡിയോ തന്നെ ഇങ്ങ് എടുത്തോണ്ട് വന്ന കേട്ടാ. ഒരു ലോഡ് ഐറ്റമായിട്ടാണ് വന്നേക്കുന്നത്. ഈ സാധനം എന്താ തുറക്കുമെന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. ഈ സാധനം തുറക്കുമെന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഇത് കർഷകശ്രീ ആണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കാരും. ഈ സാധനം തുറക്കുന്ന സമയത്ത് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് സുബ്രു പറഞ്ഞ്. ഏതോ ചാടുന്ന പുലിയാണെന്ന് എന്താണ് പറഞ്ഞത്. പുലിയാണോ നോക്കട്ടെ. ഇത് മൊത്തം ഓ എൻ്റെ അമ്മോ, ഇതെങ്ങനെ നിങ്ങൾ ഒരു ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫുള്ള് ക്ലീൻ ചെയ്യും? എങ്ങനെ ക്ലീൻ ചെയ്യാം? വാഷ് ചെയ്തോ? ഡെറ്റോളെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കും. ഓരോന്നും വാഷ് ചെയ്ത് ട്രൈ ചെയ്തിട്ടാണ് അടുത്ത ഷൂട്ടിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഓ, ഒരു ലോഡ് ആയിട്ടുണ്ടല്ലോ. പി പി വിളിച്ച് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ പി പിക്കാണ് ഇതൊക്കെ കാണുമ്പോൾ കൂടുതൽ. ഇതേ വീഡിയോ ഫോട്ടോഷൂട്ടിൻ്റെ സിൽമാ നട തലപൊക്കി തിരിച്ചു നോക്കണം. സിൽമാ നട നിന്നെ തന്നെ, നിന്റെ ഷൂട്ടാണിന്ന്. ഗാഷോ? എന്തോരം ഗാഷ് ഉണ്ട്? മൂക്ക് കാണിട്ടില്ല, മൂക്ക് പുറത്തിരിക്കുക. അമ്മല്ല പീപ്പേ. പീപ്പി കല്യാണത്തിന് മുമ്പ് ഞാനായിരുന്നു ഫ്രണ്ടിലേക്ക് കേട്ടാ. വാവ വന്നു കഴിഞ്ഞാൽ സ്നേഹം വാവയോടാവെന്ന് പറയുന്നത് പരമാർത്ഥം. എന്താ അച്ഛനോട് പറഞ്ഞു കൊടുത്തു. അതായത് എല്ലാ ദിവസവും ഇപ്പൊ ഇത് തന്നെ. ഞാൻ എന്തെങ്കിലും ഇവൻ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഞാൻ കൂടെ നോക്കിയാ
അച്ഛൻ പറഞ്ഞല്ലോ, അച്ഛൻ പറഞ്ഞാമ അച്ഛൻ പറഞ്ഞത് ഇനി കുറയും, അതാ ബാവ പുറത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ നേരെ പകുതിയാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ കുറയും. പിന്നെ അത് കുറഞ്ഞു പറഞ്ഞാൽ നമ്മളുണ്ടെന്നേ തോന്നൂലെന്ന്. നമുക്കുള്ള ഉടുപ്പൊക്കെ മാമാര് കൊണ്ടുവന്നിട്ടുണ്ട്, കാണാൻ പോണാ? എന്തോടാടേ നീ ഒരുമാതിരി മറ്റേ ഉദ്ഘാടനത്തിന് പോണ പരിപാടി കാണിക്കുന്നത് കേട്ടോ. ഓ മൈ ഗോഡ്. ആ പറ, നല്ല ഫോട്ടോ ഒക്കെ എടുക്കുമെന്ന് ചോദിക്കണ്ട മാമാരുടെ അടുത്ത്. ഇന്ന് ഭയങ്കര മൂഷിട്ടാണല്ലോ നീ. ഗൗരവം ഇത്ര ഞാൻ എപ്പോഴൊക്കെ ഷൂട്ടിന് പോയാലും പിള്ളേർ ഏതാണോ മൂഡ് ആ മൂഡിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഷൂട്ട് എടുക്കുന്ന ദിവസം. കൊട്ടയിലിട്ട് പൂട്ടും. അമ്മയായിരിക്കും കരയണം കേട്ടോ. കൊച്ചിന് ഓരോന്നില്ല ബക്കറ്റിലിടൂ. അത് ഫുള്ള് തുണിയെല്ലാം വെച്ചാൽ സെറ്റ് ആക്കുമാ. ഞങ്ങൾക്ക് നല്ല ഉടുപ്പൊക്കെ വേണം കേട്ടോ. വെറൈറ്റി ആണല്ലോ. ഇത് മുഴുവൻ ഇടിക്കുക പിള്ളേ. ഇതിൽ ഏത് കാണുന്ന പിള്ളേക്ക് ഇടിക്കാം. ഈ കട്ടിലൊക്കെ ഉണ്ടോ ആവയ്ക്ക്? ഇനിയുണ്ട് മൂൺ ബൗൾ ഉണ്ട്. അതെന്താ മൂൺ ബൗൾ എന്തിടാ? ചന്ദ്രൻ മേക്കപ്പാ. ഓടിക്കോ ഓടിക്കോ. അമ്മയുടെ മൂഷെടുത്ത ഫുള്ളുണ്ട്. നിങ്ങൾ കാണുന്ന ഒരു ഫോട്ടോയുടെ പിറകിൽ എന്തോരം നേരത്തെ എഫേർട്ട് ഉണ്ടെന്നുള്ളത് കേട്ടാ മാഡം? മാഡത്തിന് പറഞ്ഞാൽ മതി ആ ഷൂട്ട് നമുക്ക് സെറ്റാക്കി ഷൂട്ടേക്കാന്ന്. പാവപ്പെട്ടവന്മാർ കഷ്ടപ്പെടണ്ട. ഇതേപോലെ തന്നെ ക്ലിപ്പ് ഇടാനും അറിയാവോ? ക്ലിപ്പാ? ഏത് ക്ലിപ്പ്? ഈ ക്ലിപ്പാ? ആ അത്ര ടൈറ്റ് ആയിട്ട് 5 ലെയർ തുണിയുണ്ട് അവിടെ. അതില് 5 ലെയർ. നിർവൃതിയോടെ പുണരാ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം. പ്രശ്നമായി. സുബ്രമാവൻ കഴിഞ്ഞ 15-20 മിനിറ്റായിട്ട് നാട്ടുന്നുണ്ട്. പക്ഷേ കച്ച് കണ്ടു നടപ്പുണ്ട്. പിപി യെസ്, ആക്ച്വലി ഷൂട്ട് 2 ടീം കഴിഞ്ഞിട്ട് 2 ടീം എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താകുമെന്ന് അറിയാതെ നമ്മളിരിക്കുകയാണ്. ഷുർക്കാപ്പുറി ഉറങ്ങാതെ ഒന്നും നടക്കത്തില്ല. ഷുർക്കാപ്പുറിയുടെ ഉറങ്ങൂലെന്ന് ഉറപ്പിച്ച് നിൽപ്പുണ്ട്. ഇതല്ല, ഇതിൻ്റെ അപ്പുറം എൻ്റെ അമ്മ വയറ്റിൽ കിടന്നപ്പോൾ കാണിച്ചിട്ടുണ്ടെന്ന്. മറ്റേ സിനിമയിൽ കണക്ക് പാപ്പിച്ചേട്ടൻ്റെ വീട്ടിലെ ദുഃഖാചരണത്തിലാ ആ വലത്തെ പിള്ളേർക്ക് ധർമ്മജൻ പറഞ്ഞ പാപ്പിച്ചേട്ടൻ നിനക്ക് ആട്ടിയായിട്ട് ഉറക്കാം, എനിക്ക് 2 ഉറക്കം പറഞ്ഞു. അതായത് 1 2 3 4 5 6 പേര് ചരിഞ്ഞ് ഇപ്പോഴും അവ അവിടെ സൂപ്പറായിട്ട് ആരാ നെക്സ്റ്റ് കമോൺട്രാ എന്ന രീതിക്ക് ഇപ്പോൾ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഷൂട്ട് പാതി വഴിയിൽ നമ്മൾ ഒരു 3/4 ഭാഗം കംപ്ലീറ്റ് ചെയ്ത് നിർത്തുവാണ്. രാത്രി തൻ നൊമ്പരം
മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ കനവായി മിഴികളെ തഴു